ഡാഷ് ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞ ടർബോയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ്. ടർബോ നമുക്കറിയാം മമ്മൂക്കയുടെ പ്രേക്ഷകർക്ക് അതായത് അവർക്ക് ഏറ്റവും ആഘോഷിക്കാനായിട്ടുള്ള ഒരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. കാര്യം ഇന്നലെ ഒരു ടർബോയുടെ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ റിവ്യൂ പറയുന്നില്ല, എൻ്റെ ഒരു ഒപ്പീനിയനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞ സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം അസൂയാലുക്കളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ആൾക്കാർ വന്നിട്ട് ഈ നമ്മളെ വിമർശിക്കുന്നത് നമ്മൾ ആ രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനകത്ത് ഇറങ്ങുമ്പം ഈ അസൂയാലുക്കളായിട്ടുള്ള പല ആൾക്കാരും, അതായത് ഇപ്പോൾ മമ്മൂക്കയോടുള്ള അസൂയ തോന്നുന്ന പല ആൾക്കാരും നമ്മളൊരു വീഡിയോ മമ്മൂക്കയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വരും. അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മളൊക്കെ ആ ഒരു കാര്യത്തിനെ അത്തരത്തിലുള്ള രീതിയിലേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആക്ഷൻ സിനിമകളോട് കൂടുതലൊരു താല്പര്യമുള്ള പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ആരാധകർക്ക്, കാര്യം അവരിത്തരത്തിലുള്ള മമ്മൂക്കയുടെ ഒരു സിനിമയും അവരിത്തരത്തിലുള്ള എനിക്ക് തോന്നി അടുത്ത കാലത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള 5 പ്രധാന ഫൈറ്റ് നമുക്ക് പറയാവുന്ന എനിക്ക് 5 or 6 പ്രധാനപ്പെട്ട ഫൈറ്റോടുകൂടി വന്നിട്ടുള്ള മമ്മൂക്കയുടെ ഒരു ഗംഭീര ആക്ഷൻ സിനിമ. ഇന്നലെ തന്നെ ലേറ്റ് ആയിട്ടുള്ള നൈറ്റ് ഷോസ് തന്നെ ഏതാണ്ട് 250ഓളം ലേറ്റ് നൈറ്റ് ഷോസ് തന്നെ ഇന്നലെ ഉണ്ടായിരുന്നത്. കാര്യം എല്ലാ രീതിയിലും വളരെ വലിയൊരു കളക്ഷനോടുകൂടിയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ വന്നപ്പം ഇന്നലത്തെ കേരളയിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 6,10,00,000 എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒരു സിനിമ ആദ്യമായിട്ടാണ് കേരള ബോക്സ് ഓഫീസിൽ 6 കോടി മറികടക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യ ഒന്നാകെ ആ സിനിമ നേടിയിരിക്കുന്ന കളക്ഷൻ 7,05,00,000. അതോടൊപ്പം ഓവർസീസിൽ നിന്ന് ആ സിനിമയ്ക്ക് വന്നിരിക്കുന്ന കളക്ഷൻ 7,95,00,000. അങ്ങനെ ആ ഒരു 7,95,00,000 ഒരു 7,05,00,000 കൂടെ എടുക്കുമ്പോഴത്തേക്ക് 15 കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞിരിക്കുന്ന ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള കളക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 15 കോടിയാണ്. കാര്യം അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ അവർ പുറത്ത് വിട്ടിട്ടില്ല. പലരും പല കളക്ഷൻ പുറത്ത് വിടുന്നുണ്ട്. പക്ഷേ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 15 കോടിയാണ്. അപ്പോൾ 15 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര ഓപ്പണിംഗ്. അതായത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പം നമുക്കറിയാം മരക്കാറ് പോലുള്ള, കുറുപ്പ് പോലുള്ള, അല്ലെങ്കിൽ കിങ് ഓഫ് കൊത്ത പോലുള്ള, ആടുജീവിതം പോലുള്ള, ഒടിയൻ പോലുള്ള സിനിമകളുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്കാണ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ 15 കോടിയുമായിട്ട് മമ്മൂക്കയുടെ ഒരു സിനിമ ആ ഒരു ക്ലബിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ രീതിയിലുള്ള ഒരു കളക്ഷനാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം കൊണ്ട് മാക്സിമം കളക്ഷൻ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതലുള്ള നമുക്കറിയാം വർക്കിംഗ് ഡേയ്സ് വരുന്ന സമയത്ത് ഈ പറയുന്ന കണക്ക് അതിനകത്തൊരു ഒരു രീതിയിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു കളക്ഷൻ നിലനിർത്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100, 150, 200 കോടി എന്ന് പറയുന്നത് വളരെ വിദൂരമൊന്നുമല്ല, ഏറ്റവും അടുത്താണ് അത് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. താങ്ക് യു.